കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. വണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഹുങ്കിൽ കോൺഗ്രസ് അഴിഞ്ഞാടുകയാണെന്ന് CPIM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ്. അനിൽകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ വിജയാഘോഷം എന്ന പേരിൽ വണ്ടൂർ കാപ്പിലിൽ വെച്ച് CPIM ബ്രാഞ്ച് അംഗമായ ഷാജുവിനെ കോൺഗ്രസ് പ്രവർത്തകർ മൃഗീയമായി ആക്രമിക്കുകയായിരുന്നുവെന്നും MT അഹമ്മദ് പറഞ്ഞു. ബാർബർ ഷോപ്പിലിരുന്ന് മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന ഷാജുവിനെ കഴുത്തിനും തലയിലും കോൺഗ്രസ് പതാക കെട്ടിയ പ്രവർത്തകരാണ് ആക്രമിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലായ രാഗിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം. മുൻപ് CPIMന് നേരെ നടന്ന നിരവധി ആക്രമണങ്ങളിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. അന്ന് MLA ആയിരുന്ന അനിൽകുമാറിന്റെ സഹായത്തോടെയാണ് ഇയാൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോൾ അനിൽകുമാർ മന്ത്രിയായതിന്റെയും കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നുമുള്ള അഹങ്കാരത്തിലാണ് കോൺഗ്രസ്കാർ CPM പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി മർദ്ദിച്ചെന്ന് CPM നേതൃത്വം ആരോപിച്ചു. കോൺഗ്രസിന്റെ പതാക കഴുത്തിലും തലയിലുമെല്ലാം കെട്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ, അതിൽ പ്രധാനമായിട്ടും രാഗിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലാണ് അദ്ദേഹം എന്ന് പറയുന്നത്. നേരത്തെയും CPMനെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു ഇദ്ദേഹം. അന്ന് MLA ആയിരുന്ന അനിൽകുമാറിന്റെ സഹായത്തോടുകൂടി കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പൊ മന്ത്രിയായതിന്റെ പേരിൽ അനിൽകുമാർ മന്ത്രിയാണ് എന്നുള്ളതും നാട്ടിൽ കോൺഗ്രസ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന അഹങ്കാരത്തിന്റെ പുറത്താണ് CPMന്റെ പ്രവർത്തകനെ ബാർബർ ഷോപ്പിൽ കയറി വളരെ ഭീകരമായ രീതിയിൽ കത്തികൊണ്ട് കുത്തുകയാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കോൺഗ്രസിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് കാപ്പിൽ ആക്രമണം നടക്കുമെന്ന് പോലീസിന് വിവരം കിട്ടിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് വിജയാഘോഷ പരിപാടി നടക്കുന്നത്. ആ പരിപാടിയിൽ നിന്ന് കയറി വന്നിട്ടാണ് ഈ പറയുന്ന ഷാജുവിനെ രാഗില്, രോഹിത്, അഭിരാം തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ വന്ന് ആക്രമിക്കുന്നത്. വളരെ ഭീകരമായി കുത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോ ദൃശ്യമാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിക്കുന്നുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഷാജു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. ഈ പറഞ്ഞ രാഗിൽ എന്ന കക്ഷിയെ അവിടെ തന്നെ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് അവിടെ നിന്ന് ഒരു സ്വാഭാവികമായിട്ടുള്ള അടിപിടി കേസ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റി അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് ഇപ്പോ ഈ രാഗിൽ എന്ന് പറയുന്ന ആള് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് ഷാജുവിനെതിരായിട്ടുള്ള കേസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രാഗിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് ആശുപത്രിക്ക് പുറത്ത് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പോലീസിനോട്, ഒന്ന് കേരളത്തിൽ ഭരണം മാറി എന്നുള്ളത് കൊണ്ട് CPIM അതിന്റെ കൊടി മടക്കി വെച്ച് വീട്ടിലിരിക്കുമെന്ന തെറ്റായ ധാരണയിലേക്ക് പോകണ്ട. ഞങ്ങൾ എല്ലാ സമയത്തും സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. കാപ്പ് എന്ന് പറയുന്നത് CPIMന്റെ വണ്ടൂർ പഞ്ചായത്തിലെ അല്ല, ഈ വണ്ടൂർ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. കോൺഗ്രസിന്റെ വിജയാഘോഷത്തിനിടെ കാപ്പിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് എസ്കോർട്ടോടെയാണ് പരിപാടി നടത്തിയിരുന്നത്. ഈ പരിപാടിയിൽ നിന്നും വന്ന രാഗിൽ, രോഹിത്, അഭിരാം എന്നിവരടങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാജുവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഷാജുവിനെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഭരണം മാറി എന്ന് കരുതി CPIM കൊടി മടക്കി വീട്ടിലിരിക്കണമെന്ന തെറ്റായ ധാരണ ആർക്കും വേണ്ടെന്നും MT അഹമ്മദ് മുന്നറിയിപ്പ് നൽകി. എല്ലാ സമയത്തും സമാധാനപരമായി കാര്യങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPM. വണ്ടൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കാപ്പിൽ. CPM തീരുമാനിച്ചാൽ ഈ പറയുന്ന രാഗിലിനെയും രോഹിതിനെയും ഒന്നും കാപ്പിലിൽ നിന്നല്ല വണ്ടൂരിന്റെ മണ്ണിൽ പോലും കാലുകുത്താൻ കഴിയില്ല. CPIM തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രാഗിലും രോഹിതും അഭിരാമും ഒന്നും കാപ്പിലെന്നല്ല ഈ വണ്ടൂരിന്റെ മണ്ണിൽ ചവിട്ടാൻ കഴിയില്ല. അതിന് CPMന് ഒരു ഭരണത്തിന്റെയും പിന്തുണ വേണ്ട. ഞങ്ങളുടെ പാർട്ടി സഖാക്കൾക്ക് നേരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിന് ആ രീതിയിൽ തന്നെ നേരിടാൻ CPMന് കഴിയും. അതിന് പാർട്ടിക്ക് ഭരണത്തിന്റെ പിന്തുണ ആവശ്യമില്ല. ഞങ്ങളുടെ സഖാക്കളെ ആക്രമിച്ചാൽ അതേ രീതിയിൽ തന്നെ നേരിടാൻ CPMന് കരുത്തുണ്ട്. എന്നാൽ ഇപ്പോൾ നിയമപരമായ ഈ കാര്യങ്ങളെ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിയമപാലകരായ പോലീസ് ഈ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഭരണാധികാരികളും പോലീസും കൃത്യമായി ചുമതല നിർവഹിച്ചില്ലെങ്കിൽ CPMന് സ്വമേധയായി പ്രതിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും MT അഹമ്മദ് പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം വണ്ടൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V അർജുൻ, VK അശോകൻ, M ജാഫർ, വണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P അരുൺ, അരിമ്പ്ര മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.